So, as an introduction, what is carbanion? So, carbanion എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ബിയറിംഗ് എ നെഗറ്റീവ് ചാർജ്. കാർബൺ ബിയറിംഗ് എ നെഗറ്റീവ് ചാർജ്. ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഫോംഡ്. കാർബാനിയോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെട്രോളിറ്റിക് ക്ലീവേജ് ഓഫ് എ ബോണ്ട് റിസൾട്ട്സ് എ കാർബാനിയോൺ. ഹെട്രോളിറ്റിക് ക്ലീവേജ്, നമ്മൾ ഹെട്രോളിറ്റിക് ക്ലീവേജും ഹോമോളിറ്റിക് ക്ലീവേജും പഠിച്ചിട്ടുള്ളതാണ്. ഹോമോളിറ്റിക് ക്ലീവേജ് ആണെങ്കിൽ ഒരു ബോണ്ടിലുള്ള 2 ഇലക്ട്രോൺസ് ഈക്വലായിട്ട് കമ്പൈനിങ് ആറ്റംസ് ഡിവൈഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഹോമോളിറ്റിക് ക്ലീവേജ് എന്ന് പറയും. ഫ്രീ റാഡിക്കൽസ് ഒക്കെ അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ദെൻ ഹെട്രോളിറ്റിക് ക്ലീവേജ് ആണെങ്കിൽ അവിടെ 2 ഇലക്ട്രോൺസും, ഒരു ബോണ്ടിലെ 2 ഇലക്ട്രോൺസും ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ആവും. സോ ആ ഇലക്ട്രോൺസ് കിട്ടുന്ന ആൾക്കാർ നെഗറ്റീവ് ചാർജായിട്ടും കിട്ടാത്ത, അതായത് നഷ്ടപ്പെടുത്തുന്ന ഇലക്ട്രോൺസ് കിട്ടാത്ത ആൾക്കാർ പോസിറ്റീവ് ചാർജായിട്ട് മാറും. ഇനി നമുക്ക് ഇവിടുത്തെ എക്സാമ്പിൾ നോക്കാം. മീഥൈൻ്റെ ഈ ഒരു ബോണ്ട് ഞാൻ സെലക്ട് ചെയ്യാണ്, CH ബോണ്ട്. ഈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് ഫിഷൻ നടക്കുകയാണ്, ഹെട്രോളിറ്റിക് ഫിഷൻ നടക്കുകയാണ്. സോ 2 ഇലക്ട്രോൺസും കാർബണിൻ്റെ അടുത്തേക്കാണ് മൈഗ്രേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ മീഥൈൽ കാർബാനയോൺ CH3-. സോ കാർബൺ അറ്റൈൻസ് എ നെഗറ്റീവ് ചാർജ് ആൻഡ് എ പ്രോട്ടോൺ. സോ ഇവിടെ ഹെട്രോളിറ്റിക് ക്ലീവേജ് നടക്കുന്നു, 2 ഇലക്ട്രോൺസും കാർബണിൻ്റെ അടുത്തേക്ക് പോകുന്നു. സോ യു വിൽ ഗെറ്റ് എ കാർബാനയോൺ. സോ ഈ മീഥൈൽ കാർബാനയോൺ ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാർബാനയോൺ. ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ തന്നെ നമ്മുടെ മീഥൈൽ കാർബാനയോണിലുള്ള ഓരോ ഹൈഡ്രജനെ നമ്മൾ ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി. ഒരു ഹൈഡ്രജനാണ് നിങ്ങൾ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആൽക്കൈൽ ഗ്രൂപ്പോ അരൈൽ ഗ്രൂപ്പോ വരികയാണെങ്കിൽ നമ്മളതിനെ പ്രൈമറി എന്ന് പറയും. 2 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ആൽക്കൈൽ ഗ്രൂപ്പോ അരൈൽ ഗ്രൂപ്പോ വരികയാണെങ്കിൽ നമ്മളതിനെ സെക്കൻഡറി എന്ന് വരും. ഇഫ് ഓൾ ദ 3 ഹൈഡ്രജൻസ് ആർ റീപ്ലേസ്ഡ് ബൈ ആൽക്കൈൽ ഓർ അരൈൽ ഗ്രൂപ്പ്, ദെൻ ദ കാർബാനയോൺ ഈസ് കോൾഡ് ടേർഷ്യറി കാർബാനയോൺ. ദെൻ ദ ഫോർമേഷൻ ഓഫ് കാർബാനയോൺ. സോ ഫോർമേഷനിലെ ആദ്യത്തെ ഫോർമേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹെട്രോളിറ്റിക് ഫിഷൻ. സോ ഹെട്രോളിറ്റിക് ഫിഷനിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് അസറ്റ്ലീൻ്റെ അസിഡിക് പ്രോട്ടോൺ, നമുക്കറിയാം ഹൈബ്രിഡൈസേഷൻ പ്രകാരം sp3 sp2 sp, ഇത് sp ആണ് അല്ലേ, sp ആണ്. സോ ട്രിപ്പിൾ ബോണ്ടഡ് ആവുന്നത് കൊണ്ട് sp ആണ്. വേർ s ക്യാരക്ടർ 50% ആണ് ആൻഡ് p ക്യാരക്ടറും 50% ആണ്. s ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അസിഡിക് നേച്ചർ കൂടിക്കൂടി വരും. സോ ഈ പ്രോട്ടോൺ, ഈ ഹൈഡ്രജൻ അസിഡിക് ഹൈഡ്രജൻ ആണ്. സോ ഒരു ബേസ് വെച്ച് ഇവിടെ ഈ റിയാക്ഷനിൽ ആക്ച്വലി ഇതിൻ്റെ ഈ റിയേജൻ്റ് ഇതിൻ്റെ മെക്കാനിസം പാർട്ട് നോക്കുമ്പം ഒരു അമൈഡ് ഫോർമേഷൻ നടക്കും. സോഡമൈഡ് വരുന്നുണ്ട്, അത് ബേസാണ്. അത് ഈ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്രോട്ടോണേറ്റിംഗ് ഏജൻ്റാണ്. ഈ ഹൈഡ്രജനെ ഡീപ്രോട്ടോണേറ്റ് ചെയ്യും, അതായത് ഹൈഡ്രജനെ ഇവിടുന്ന് റീപ്ലേസ് ചെയ്യും. ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് സോഡിയം അവിടെ അയോണിക് ഇൻട്രാക്ഷനായിട്ട് അവിടെ നിൽക്കും. സോ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് യു വിൽ ഗെറ്റ് എ കാർബാനയോൺ. കാരണം C- ആണ് ഇവിടെ അല്ലേ. സോ സോഡിയം അസറ്റൈഡ് കിട്ടും, ഇവിടെ കാർബൺ അറ്റൈൻസ് എ നെഗറ്റീവ് ചാർജ്. സോ ഇവിടെ ഒരു കാർബാനയോൺ ഫോർമേഷനാണ് നടക്കുന്നത്. ദെൻ അടുത്ത ഫോർമേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ ഓഫ് എ കാർബോക്സിലേറ്റ് ആനയോൺ. കാർബോക്സിലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? RCOO- ആണ്. സോ ഡീകമ്പോസിഷൻ ഓഫ് എ കാർബോക്സിലേറ്റ് എന്ന് പറയുമ്പം ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ്. സോ ഇവിടെ ഈ ഓക്സിജൻ മൈനസിലുള്ള നെഗറ്റീവ് ചാർജ് ഈ ബോണ്ടിലേക്ക് കൊടുത്തിട്ട് ഈ തൊട്ടടുത്ത ബോണ്ടിലെ ഇലക്ട്രോൺസ് ആൽക്കൈൽ ഗ്രൂപ്പ് അരൈൽ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യും, പ്ലസ് ഈ ഇലക്ട്രോൺസ് ഇവിടെയുള്ള കാർബണിന് കിട്ടുന്നത് കൊണ്ട് അത് കാർബാനയോൺ ആയിട്ട് മാറും. സോ R- പ്ലസ് CO2. സോ ഇവിടെ അത് ഒരു കാർബാനയോൺ പ്ലസ് CO2 കിട്ടും. ഓക്കെ, ദെൻ decomposition of an organometallic compound like Grignard reagents, organolithium. So organometallic compoundsന്റെ decomposition. സോ ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. അതായത് ഇത് ഗ്രിഗ്നാർഡ് റിയേജൻ്റെ ജസ്റ്റ് ഒരു ഫോർമേഷനാണ് ഫസ്റ്റ് പാർട്ട്. ദെൻ ഇത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്. സോ ഇവിടെ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഇലക്ട്രോ പോസിറ്റീവാണ്. ഓക്കെ, സോ ഇലക്ട്രോ പോസിറ്റീവ് ആയതുകൊണ്ട് മഗ്നീഷ്യം മെറ്റൽ ആയതുകൊണ്ട് ഈ മഗ്നീഷ്യം ഇലക്ട്രോണിന് വേണ്ട മഗ്നീഷ്യത്തിന്. ഓക്കെ, സോ അതെന്ത് ചെയ്യും, അത് കാർബണിൻ്റെ അടുത്തേക്ക് ഇലക്ട്രോണിന് കൊടുക്കും, എന്നിട്ട് മഗ്നീഷ്യം അത് പോസിറ്റീവായിട്ട് നിൽക്കാനായിരിക്കും ടെൻഡൻസി ഉണ്ടാവുക. സോ ഇവിടെ ഈഥൈൽ കാർബാനയോൺ പ്ലസ് മഗ്നീഷ്യം അയഡൈഡ് ആയിട്ടാണ് നിൽക്കുക. സോ decomposition of an organometallic compound, Grignard reagent, results a carbanion. Then ഇത് ഓർഗാനോലിത്തിയം ആണ്. ഓർഗാനോലിത്തിയം, ഇവിടെ ലിത്തിയം അഗെയിൻ മെറ്റൽ ആയതുകൊണ്ട് അത് മോണോ പോസിറ്റീവായിട്ട് നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇലക്ട്രോൺസ്, ആ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് തൊട്ടടുത്ത കാർബണിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് അത് കാർബാനയോണായിട്ട് നിൽക്കും. സോ ഈ 3 മെത്തേഡ്സ് ആണ് മെയിനായിട്ട് പ്രിപ്പറേഷൻ ഓഫ് കാർബാനയോണിൽ പറയുന്നത്. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് കാർബാനയോൺ. സോ കാർബാനയോണിൽ നമ്മൾ കണ്ടു 3 ബോണ്ട് പ്ലസ് ഒരു ലോൺ പെയർ ഇലക്ട്രോൺസ്. സപ്പോസ് ഈ ലോൺ പെയർ ഇലക്ട്രോൺസ് ഇവിടെ ഒക്കുപ്പൈ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഒരു ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ കിട്ടിയേനെ, അല്ലേ? ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ കിട്ടിയേനെ. സോ റെഗുലർ ജോമെട്രി ടെട്രാഹെഡ്രലിൽ നിന്ന് ലോൺ പെയർ ആയതുകൊണ്ട് നമുക്കൊരു പിരമിഡൽ ജോമെട്രി കിട്ടും വിത്ത് ആൻ ഇലക്ട്രോൺ പെയർ. അത് ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? ഇതിൻ്റെ പാരൻ്റ് കോമ്പൗണ്ട് ആക്ച്വലി ടെട്രാഹെഡ്രലാണ്, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ടെട്രാഹെഡ്രലാണ്. സോ ടെട്രാഹെഡ്രലിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ. സോ ഈ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, പിരമിഡൽ ജോമെട്രി ആണ്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത് കൊണ്ട് എന്താണ്? അതൊരു ന്യൂക്ലിയോഫൈലാണ്. ഓക്കെ, ന്യൂക്ലിയസ് ലവിങ് ആണ്. ദെൻ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ 3 ഇലക്ട്രോൺസ് ഈ ബോണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യും. ഇതിൻ്റെ ഓൾറെഡി ഉള്ള 3 ഇലക്ട്രോൺസ്, സോ 6 ഇലക്ട്രോൺസ് ഇവിടെ മാത്രമായി. ദെൻ ലോൺ പെയറും കൂടെ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 8 ഇലക്ട്രോൺസായി. ദെൻ കാർബൺ ഹാസ് എ നെഗറ്റീവ് ചാർജ്. കാർബൺ ആസ് എ നെഗറ്റീവ് ചാർജ്. ഇത് ന്യൂക്ലിയോഫിലിക് ആണ്. എന്താണ് കാരണം? അത് ന്യൂക്ലിയസ് ലവിങ് ആണ്. കാരണം നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് സീക്കിംഗ് സ്പീഷീസ് ആണ്. ന്യൂക്ലിയോഫിലിക് ആൻഡ് ബേസിക് ആണ്. ഇത്രയുമാണ് സ്ട്രക്ചറിലുള്ളത്. ഒന്നുകൂടെ പറയാം. sp3 ഹൈബ്രിഡൈസേഷൻ, പിരമിഡൽ ജോമെട്രി, കാർബൺ ഹാസ് എ നെഗറ്റീവ് ചാർജ്, 8 ഇലക്ട്രോൺസ്, അതിൽ 6 ബോണ്ടിങ് പ്ലസ് 1 ലോൺ പെയർ. ദെൻ ന്യൂക്ലിയോഫിലിക് ആണ്, ബേസിക് ആണ്. ദെൻ അടുത്തത് സ്റ്റെബിലിറ്റി ഓഫ് കാർബാനയോൺസ്. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ ചാർജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ചാർജ് കുറയ്ക്കാൻ ശ്രമിക്കുക. അതായത് ആ സ്ട്രക്ചറിൽ ഒന്നുകിൽ ആ ചാർജ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുക, അതല്ലെങ്കിൽ ആ ചാർജിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. ഇവിടെ നോക്കുക, ഇത് 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ടെർഷ്യറിയാണ്. ഈ ആൽക്കൈൽ ഗ്രൂപ്പിനൊക്കെ +I എഫക്റ്റ് ഉണ്ടാവും. അത് ഇലക്ട്രോൺ റിപ്പല്ലിംഗ് നേച്ചർ ഉണ്ടാവും. സെക്കൻഡറിക്ക് 2 ആൽക്കൈൽ ഗ്രൂപ്പുകൾ, ഇവിടെ ഓൾറെഡി ഒരു C നെഗറ്റീവാണ്. സോ അതിൻ്റെ നെഗറ്റീവ് ചാർജ് ഇവിടെ എന്താണ്? കൂടുകയാണ് ചെയ്യുക. കാരണം എന്താണ്? ഇത് ഇലക്ട്രോൺ റിപ്പല്ലിംഗ് ആണ്. ഈ 3 ആറും കാർബണിൻ്റെ അടുത്തേക്ക് ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുക. ഇവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് +I എഫക്റ്റ് ഉണ്ട്, അതും ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടുകയാണ്. ഇവിടെ 1 ആൽക്കൈൽ ഗ്രൂപ്പ്, അതും അതിനൊരു +I എഫക്റ്റ് ഉണ്ടാവും. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഈ മീഥൈൽ കാർബാനയോൺ ആയിരിക്കും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുണ്ടാവുക. കാരണം ബാക്കിയുള്ള എല്ലാ കേസിലും
പ്ലസ് ഐ എഫക്റ്റ് ഉള്ളത് കൊണ്ട് ടെർഷ്യറിക്ക് ഏറ്റവും കുറവ് സ്റ്റെബിലിറ്റി ആയിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഓൾറെഡി കാർബൺ നെഗറ്റീവാണ്, അതിൻ്റെ അടുത്തേക്ക് വീണ്ടും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടുകയാണ് ടെർഷ്യറി ചെയ്യുക. ദെൻ സെക്കൻഡറി, ദെൻ പ്രൈമറി. സോ ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് ആരാണ്? മീഥൈൽ കാർബാനയോണാണ്. ഓക്കെ. സോ ഉള്ള ചാർജിനെ ഇൻറ്റൻസിഫൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡീസ്റ്റെബിലൈസേഷനാണ് നടക്കുക. ഉള്ള ചാർജിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ സ്റ്റെബിലൈസേഷൻ നടക്കും. സ്റ്റെബിലിറ്റി ഓഫ് കാർബാനയോൺസിൽ നമുക്ക് കുറച്ച് ടൈപ്പ് കാർബാനയോൺസ് നോക്കാം. സോ ആദ്യത്തേത് അല്ലൈൽ ആനയോൺ. അല്ലൈൽ ആനയോൺ എന്ന് പറയുമ്പോൾ CH2 CH സിംഗിൾ ബോണ്ട് CH2, ഇതാണ് അല്ലൈൽ. അവിടെ അവസാനത്തതിൽ ഒരു നെഗറ്റീവ് ചാർജ്. സോ ഇവിടെ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ നെഗറ്റീവ് ചാർജിന് ആക്ച്വലി ഇവിടെ ഈ തൊട്ടടുത്ത ബോണ്ടിൽ, അതായത് അടുത്ത് കിടക്കുന്ന കാർബൺ ഡബിൾ ബോണ്ടഡ് ആണ്. അങ്ങനെ ഡബിൾ ബോണ്ടഡ് ആവുമ്പോൾ നമുക്ക് ഈ ഇലക്ട്രോൺസിന് അങ്ങോട്ടേക്ക് ഡീലോക്കലൈസേഷൻ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അതിനൊരു റെസനൻസ് സ്ട്രക്ചർ പോസിബിളാണ്. സോ റെസനൻസ് സ്ട്രക്ചർ പോസിബിളാന്ന് പറയുമ്പം നമ്മൾ ഇവിടെ ഒരു സ്ട്രക്ചറിൽ ഇവിടെ ഉള്ള ഇലക്ട്രോൺ ഡെൻസിറ്റീനെ അടുത്ത സ്ട്രക്ചർ നമ്മൾ വേറെ ഒരു കാർബണിലേക്ക് ആ ഇലക്ട്രോൺ ഡെൻസിറ്റീനെ സ്പ്രെഡ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഷിഫ്റ്റ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. സോ ആ ഇലക്ട്രോൺ ഡെൻസിറ്റി മോളിക്യൂളിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ അതിന് കുറച്ച് സ്റ്റെബിലിറ്റി ഉണ്ടെന്നാണ് അർത്ഥം. സോ അല്ലൈൽ ആനയോണിൻ്റെ സ്റ്റെബിലിറ്റിക്ക് കാരണം ഈ ഒരു റെസനൻസ് സ്ട്രക്ചേഴ്സാണ്. ഓക്കെ. ദെൻ ബെൻസൈൽ ആനയോൺ. ബെൻസൈൽ ആനയോൺ ഇവിടെ നമുക്കറിയാം, ഇവിടെയും 5 കാനോണിക്കൽ ഫോംസ് ഉണ്ട്, അല്ലെങ്കിൽ 5 റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബെൻസൈൽ ആനയോൺ കുറച്ചുകൂടെ സ്റ്റേബിളാണ്. അതിൽ തന്നെ നിങ്ങൾ നോക്കാം, ബെൻസൈൽ ആനയോൺ ഉണ്ട്, ഡൈഫീനൈൽ ആനയോൺ ഉണ്ട്, ഇത് സെക്കൻഡറി ആണ്. ദെൻ ട്രൈഫീനൈൽ ആനയോൺ ഉണ്ട്, വിച്ച് ഈസ് ഹാവിങ് മാക്സിമം സ്റ്റെബിലിറ്റി. ഒന്നാലോചിച്ച് നോക്കൂ, ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കുക. ഇവിടെ CH2 ഗ്രൂപ്പിൻ്റെ മേലുണ്ടായിരുന്ന നെഗറ്റീവ് ചാർജിനെ ഫിനൈൽ ഗ്രൂപ്പ് ആക്ച്വലി ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചറാണ്. സോ ഇവിടെ ഉണ്ടായിരുന്ന ചാർജിനെ കുറച്ചു അവിടുന്ന് ബാക്കിയുള്ള ഭാഗത്തേക്കൊക്കെ വിഡ്രോ ചെയ്തെടുത്ത് ആ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു, ഉള്ള ചാർജിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്നത് സ്റ്റെബിലിറ്റി കൂട്ടും. അങ്ങനെയുള്ള ഒരു C6H5 ആണ് ഇവിടെ ഉള്ളത്, ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്നത്. ഇവിടെ 2 C6H5 ഉണ്ട്, അത് രണ്ടും ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കാൻ ശ്രമിക്കും. ഇവിടെ 3 C6H5 ഗ്രൂപ്പ്സ് ഉണ്ട്, അത് 3 ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചറാണ്. സോ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജിനെ സ്പ്രെഡ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ കുറയ്ക്കുന്നത് ആരാണ്? ട്രൈഫിനൈൽ ആനയോൺ ആണ്, അല്ലെങ്കിൽ ടേർഷ്യറിയാണ്. അതുകൊണ്ട് ടേർഷ്യറിക്ക് മോർ സ്റ്റെബിലിറ്റി ഉണ്ടാവും ദാൻ സെക്കൻഡറി, ദാൻ പ്രൈമറി. അടുത്തത് നെഗറ്റീവ് ചാർജ് ഈസ് സ്റ്റെബിലൈസ്ഡ് ആസ് ദ ഹൈബ്രിഡൈസേഷൻ ഇൻക്ലൂഡ്സ് മോർ s ഓർബിറ്റൽസ്. സോ ആദ്യത്തെ കേസ് നോക്കുക, CH3 CH2 മൈനസ് ഒരു പ്രൈമറി ആണ്. പ്രൈമറി ആണെന്നല്ല, അത് sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ആളാണ്. സോ ഇവിടെ നോക്കുക, CH2 മൈനസ്, ഈ CH2 മൈനസിലെ കാർബൺ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, സിംഗിൾ ബോണ്ടഡ് ആണ്. അടുത്തത് ഡബിൾ ബോണ്ടഡ് ആണ്, ഡബിൾ ബോണ്ടഡ് കാർബൺസ് sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. അടുത്തത് sp ഹൈബ്രിഡൈസേഷൻ ആണ്, ട്രിപ്പിൾ ബോണ്ടാണ്. സോ ഇവിടെ sp3 എന്ന് പറയുമ്പോൾ എസും 3 പിയും, അതായത് എസിൻ്റെ കോൺട്രിബ്യൂഷൻ 25% ആണ്, ബാക്കി 3 ആൾക്കാരും കൂടി ചേർത്ത് 75% ആണ്. എസ് ക്യാരക്ടർ ഇവിടെ കുറവാണെന്നർത്ഥം. ഇവിടെയോ sp2 ആണ്. sp2 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലിൽ 3 ഭാഗം. സോ ഒരാൾക്ക് എത്ര കിട്ടും? എസിന് 33.3, 2 പിക്കും കൂടെ ചേർത്തിട്ട് 66.6. സോ എസ് ക്യാരക്ടർ ഇവിടെ ആദ്യത്തേനെക്കാട്ടും കുറച്ചുകൂടി കൂടുതലാണ്. അവസാനം
SP ഹൈബ്രിഡൈസേഷൻ. SP എന്ന് പറയുമ്പം 50-50% ആണ്. ഇവിടെ 50% S ക്യാരക്ടറാണ് ഉള്ളത്. സോ ഇനി ശ്രദ്ധിക്കുക. സോ ആദ്യത്തതിൽ S ക്യാരക്ടർ തീരെ കുറവാണ്, രണ്ടാമത്തേൽ S ക്യാരക്ടർ കൂടി, മൂന്നാമത്തതിൽ S ക്യാരക്ടർ വളരെയധികം കൂടി, 50%ഓളം S ക്യാരക്ടറായി. S ഷേപ്പിൽ പ്രത്യേകത എന്താണ്? S ഓർബിറ്റലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ S ന്യൂക്ലിയസിൻ്റെ വളരെ അടുത്താണ്. P എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിസ്പേഴ്സ്ഡ് ആയിട്ട് കിടക്കുന്നതാണ്, ന്യൂക്ലിയസിൽ നിന്ന് കുറച്ചുകൂടെ ദൂരമുള്ളതാണ്. സോ ന്യൂക്ലിയസിൻ്റെ അടുത്ത് കിടക്കുക എന്ന് പറയുന്നത് നമുക്കിവിടെ നെഗറ്റീവ് ചാർജാണ്. സോ നെഗറ്റീവ് ചാർജ് ഏറ്റവും സ്റ്റേബിൾ ആവുക അത് പോസിറ്റീവിനോട് അടുത്ത് കിടക്കുമ്പോഴാണ്. സോ മോർ S ക്യാരക്ടർ ഉണ്ടാവുമ്പോൾ അതിന് മോർ സ്റ്റെബിലിറ്റി, കാരണം അത് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് നിൽക്കും, പോസിറ്റീവിൻ്റെ അടുത്തേക്ക് നിൽക്കും. സോ ഇവിടെ മോർ S ക്യാരക്ടർ ഉള്ളത് കൊണ്ട് ഇത് മോർ സ്റ്റേബിൾ ദാൻ sp2 കാർബൺ ദാൻ sp3 കാർബൺ. അടുത്തത് സൈക്ലോപെൻറ്റ ഡൈഇനൈൽ ആനയോണിൻ്റെ സ്റ്റെബിലിറ്റി. സോ ഇവിടെ ഇതാണ് സൈക്ലോപെൻറ്റ ഡൈഇനൈൽ ആനയോൺ. ഡൈഇനൈൽ എന്ന് പറയാൻ കാരണം ഡൈഈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ട്. സോ ഇവിടെ ഒരു 5 കാർബൺ ആയിട്ടുള്ള സൈക്ലിക് ആയതുകൊണ്ടാണ് സൈക്ലോപെൻറ്റ എന്ന് വിളിക്കുന്നത്. സൈക്ലോപെൻറ്റ ഡൈഇനൈൽ ആനയോൺ. ഇവിടെ ഈ കാർബൺ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇതിൻ്റെ സ്റ്റെബിലിറ്റി പറയുന്നത് ഹക്കൽസ് 4n+2 പൈ ഇലക്ട്രോൺസിൻ്റെ റൂള് പ്രകാരമാണ്. ഹക്കൽസ് റൂൾ എന്തായിരുന്നു പറയുന്നത്? അത് ഒരു മോളിക്യൂൾ സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ, ആരോമാറ്റിക് ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തത് 4n+2 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? 2 ഡബിൾ ബോണ്ട് ആകുമ്പോൾ അതിൻ്റെ തന്നെ 4 ഇലക്ട്രോൺസ്. 4 ഇലക്ട്രോൺസ് പ്ലസ് ഒരു ലോൺ പെയർ ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. സോ 4ഉം 2ഉം 6 ഇലക്ട്രോൺസ് ഉണ്ട്. 6 ഇലക്ട്രോൺസ് 4n+2 ഒബേ ചെയ്യുന്നുണ്ടോ? അവിടെ നിങ്ങൾ n-ന് പകരം 1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. 4 × 1 + 2 6 ഇലക്ട്രോൺസ്. സോ ഇവിടെ 6 ആണുള്ളത്. സോ 4n+2 ഒബേ ചെയ്യുന്നുണ്ട്. ദെൻ മോളിക്യൂൾ മസ്റ്റ് ബി പ്ലാനാർ. നമുക്കറിയാം ഇത് ഡബിൾ ബോണ്ടഡ് ആയിട്ട് വരുന്നത് കൊണ്ട് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്, അത് പ്ലാനാർ ജോമെട്രിയാണ്. സോ ഹക്കൽസ് 4n+2 റൂള് പ്രകാരം ഇത് ആരോമാറ്റിക് ആണ്, ഇത് പ്ലാനാർ ആണ്, sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇതിന് കുറേ കനോനിക്കൽ ഫോംസ് ഉണ്ട്, റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ ദിസ് മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ. ഓക്കെ, സോ ഇതാണ് സ്റ്റെബിലിറ്റി ഓഫ് വേരിയസ് കാർബാനിയോൺസിനെ പറ്റി പറയാനുള്ളത്. ദെൻ റിയാക്ഷൻസ് ഓഫ് കാർബാനിയോൺ. കാർബാനിയോൺ ഞാൻ പറഞ്ഞു ഇത് ന്യൂക്ലിയോഫൈലാണ്. ന്യൂക്ലിയോഫൈൽ ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് റിയാക്ട് ചെയ്യും. സോ ഇറ്റ് റിയാക്ട്സ് വിത്ത് എ പ്രോട്ടോൺ, ഇറ്റ് റിയാക്ട്സ് വിത്ത് ആൻ ഇലക്ട്രോഫൈൽ, ഇറ്റ് റിയാക്ട് വിത്ത് എ ലൂയിസ് ആസിഡ്. സോ ആദ്യത്തത് പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ RH എന്നുള്ള ഫോമിലാവും. ദെൻ ഇലക്ട്രോഫൈലിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ RE എന്നുള്ളൊരു ഫോമിലാവും. ഇവിടെ ഞാൻ ലൂയിസ് ആസിഡിലേക്ക് ഇലക്ട്രോൺസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ അവിടെ ഒരു കോർഡിനേറ്റ് ബോണ്ട് പോലെ ഒരു ഡേറ്റീവ് ബോണ്ട് പോലെ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ റിയാക്ഷൻ, ബീയിങ് എ ന്യൂക്ലിയോഫൈൽ കാർബാനിയോൺ റീപ്ലേസസ് എ വീക്ക് ന്യൂക്ലിയോഫൈൽ ഇൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഈ കാർബാനയോൺസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ പങ്കെടുത്തിട്ട് വീക്കായിട്ടുള്ള ന്യൂക്ലിയോഫൈലിനെ റീപ്ലേസ് ചെയ്തിട്ട് കാർബാനയോൺ അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഒരു കാർബാനയോൺ ആണ്, കാരണം കാർബൺ ബിയറിങ് എ നെഗറ്റീവ് ചാർജ്. ഇത് അയോഡൈഡിനെക്കാട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോഫൈലാണ്. അതുകൊണ്ട് ഇത് ഈ കാർബണിലേക്ക് അറ്റാക്ക് ചെയ്തിട്ട് അയോഡിൻ എളുപ്പത്തിൽ ലീവ് ചെയ്ത് പോവും. സോ കാർബാനിയോൺ ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ദിസ് കാർബൺ. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടി. ഓക്കെ, ദെൻ കാർബാനിയോൺ അണ്ടർഗോസ് അഡീഷൻ റിയാക്ഷൻ വിത്ത് കാർബണൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കീൻസ്.
സോ അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് പോയി ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഒരു CH2 മൈനസ് ഉണ്ട്, കാർബാനയോൺ ഉണ്ട്. ഇത് ഈ ബോണ്ടിലേക്ക് അറ്റാക്ക് ചെയ്തിട്ട് ഡബിൾ ബോണ്ട് ഷിഫ്റ്റഡ് ആയിട്ട് CO മൈനസ് ആയിട്ട് നിൽക്കും. സോ ഇവിടെ ജസ്റ്റ് ഈ മോളിക്യൂൾ, ഈ കാർബാനയോൺ ഈ മോളിക്യൂളിലേക്ക്, ഈ കോമ്പൗണ്ടിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ യു വിൽ ഗെറ്റ് ആഡ് ചെയ്തു. സോ ജസ്റ്റ് CH CO CH2 CO മൈനസ് എന്നുള്ള ഒരു അഡീഷൻ പ്രോഡക്റ്റ് ആയിട്ട് യു വിൽ ഗെറ്റ്. ദെൻ ലാസ്റ്റ് റിയാക്ഷൻ, കാർബാനയോൺസ് മേ ലോസ് ആൻ ഇലക്ട്രോൺ ടു ഫോം ഫ്രീ റാഡിക്കൽസ്. കാർബാനയോൺസിൽ 2 ഇലക്ട്രോൺസ് കിട്ടുന്നത് കൊണ്ടാണ് അത് നെഗറ്റീവ് ചാർജ് ആവുന്നത്. സോ ഒരു ഇലക്ട്രോൺ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഒരു ഡോട്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുക. സോ ഈ 4 റിയാക്ഷൻസ് ആണ് നമ്മുടെ കാർബാനയോണിൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കാർബാനയോൺ. സോ താങ്ക് യു.